السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. وعن أبي هريرة رضي الله عنه أن رجلا قال للنبي صلى الله عليه وسلم أوصني، قال لا تغضب، فردد مرارا، قال لا تغضب، رواه البخاري. സയ്യിദുനാ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായ ഒരു പുരുഷൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഔസിനി, നബിയെ തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്യുക. ഒരു പുരുഷൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഹബീബായ നബിയെ ഔസിനി, എന്നോട് നബിയെ തങ്ങൾ വസിയത്ത് ചെയ്യണം. ആ സമയത്ത് ഖാല, അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബിനോട് വസിയത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലാ തഗ്ളബ്, നീ ദേഷിക്കരുത്. വീണ്ടും ആ ചോദ്യം വരുത്താവ്, ഫറദ്ദദ മിറാറ, ചോദ്യത്തെ മടക്കി, ഔസിനി ഔസിനി. ആ സമയത്തൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ തഗ്ളബ്, നീ ദേഷിക്കരുത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്യുന്നു. ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠം, അല്ലാഹുവിന്റെ ഹബീബിനോട് ആവർത്തിച്ച് വസിയത്ത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച സമയത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം ലാ തഗ്ളബ്, നീ ദേഷിക്കരുത്. ദേശം മനുഷ്യനെ പലജാതി കുറ്റങ്ങളിലേക്കും അത് എത്തിക്കുക തന്നെ ചെയ്യും. ദേഷിക്കുമ്പോൾ അവൻ അറിയാതെ പലജാതി തെറ്റുകളിലേക്കും അത് അവനെ വലിച്ചെത്തി വെക്കും. പിന്നീട് അത് ഖേദത്തിലേക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് അവന്റെ ശരീരത്തെ പൈശാചികമായ തോന്നലുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവന്റെ ശരീരത്തെ അവൻ നിയന്ത്രിക്കുക, ദേഷിക്കാതിരിക്കുക, അവൻ ക്ഷമ പാലിക്കുക. ക്ഷമ പാലിച്ചാൽ അത് അവനെ സന്തോഷത്തിലേക്കും അവനെ റാഹത്തിലേക്കും അത് അവനെ എത്തിക്കും. നേരെ മറിച്ച് ദേഷിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ പല കാരണങ്ങളാൽ അത് ഖേദത്തിലേക്ക് മടങ്ങും. പിന്നീട് അവന്റെ ജീവിതത്തിൽ പല ജാതി ഖേദങ്ങളിലേക്ക് അത് വഴിമാറുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം ലാ തഗ്ളബ്, നീ ദേഷിക്കരുത്, ഇത് ഞാൻ മുറുകെ പിടിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, കുടുംബങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമുക്കും നമ്മുടെ ബാല്യമക്കൾ, സന്താനങ്ങൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു